عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബില്ലാഹ്. പ്രശസ്തനായ മാൽക്കം എക്സ് ഹജ്ജ് നിർവഹിക്കാൻ എത്തിയത് കുറേയധികം വർണ്ണവിവേചനങ്ങളുടെ വിഭാഗീയതയുടെ അതിശക്തമായ വേദനകൾക്ക് ശേഷമാണ്. എന്നാൽ ഹജ്ജിൽ കണ്ട സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, മനുഷ്യത്വത്തിൻ്റെ മഹത്തായ അനുഭവങ്ങൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. റോഡ് ടു മക്ക, അസദിൻ്റെ ഗ്രന്ഥവും പ്രസിദ്ധമല്ലേ? കഅബയുടെ മനോഹാരിത, ഒരൊറ്റ കേന്ദ്രത്തിലേക്ക് നൂറ്റാണ്ടുകളായി ഒഴുകുന്ന മനുഷ്യപ്രവാഹത്തിൻ്റെ ആന്തരിക പ്രചോദനങ്ങളൊക്കെ അസദ് 20-ാം നൂറ്റാണ്ടിൽ നിന്ന് നോക്കിക്കാണുകയാണ്. അത് ചിന്തകന്മാരൊക്കെ അത്ഭുതത്തോടെയാണ് കഅബാലയം, അവിടെ നടക്കുന്ന കർമ്മങ്ങളുമൊക്കെ വീക്ഷിക്കുന്നതെങ്കിൽ, ഇതാ കഴിഞ്ഞ ദിനങ്ങൾ, നിമിഷങ്ങൾ നമ്മോട് സംവദിച്ചത് എന്തായിരുന്നു? അല്പമൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ജനലക്ഷങ്ങൾ ലോകത്തിന് നാനാഭാഗത്തുനിന്ന് ഹജ്ജ് നിർവഹിക്കാൻ വിശുദ്ധ മക്കയിൽ കഅബയെ ചുറ്റിപ്പറ്റി അവിടെ ഉണ്ടായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ സമ്പന്നമായ ഒരു രാജ്യമാണല്ലോ മക്ക. അനുഗ്രഹങ്ങളുടെ അത്യുജ്വലമായ അടയാളപ്പെടുത്തലുകൾ പലതും നടന്നത് മക്കയിലല്ലേ? പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ, അഥവാ അവിടുത്തെ തിരുജന്മം, വഹീൻ്റെ ഉത്ഭവം, ഇസ്രാ മിഅ്റാജ്, കഅബയുടെ സാന്നിധ്യമടക്കമുള്ള നിരവധി പുണ്യങ്ങളൊക്കെ ഈ മക്കയിലല്ലേ സംവദിച്ചിട്ടുള്ളത്? ആലു ഇമ്രാൻ, റംദാൻ, അൻകബൂത്ത്, ഖസസ്, ഹജ്ജ്, ഫത്ഹ്, വത്തീൻ തുടങ്ങിയ ഈ വചനങ്ങളിലൊക്കെ മക്കയുടെ മഹത്വം വിശേഷിപ്പിക്കുന്നത് ഖുർആനിൽ ധാരാളമായി നമുക്ക് ദർശിക്കാൻ കഴിയും, പഠിക്കാനും കഴിയും. മക്കയ്ക്ക് നിരവധി പേരുകളുണ്ടെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. മക്കയ്ക്കും മദീനയ്ക്കും ഉള്ളതുപോലെ പേരുകൾ മറ്റു രാജ്യങ്ങൾക്കില്ല. ഭൂമിയിലെ ഏറ്റവും പുണ്യസ്ഥലങ്ങളായതുകൊണ്ടാണത്. നിരവധി പേരുകൾ ഒരേ സമയം, പ്രസിദ്ധിയും സവിശേഷതകളും മക്കയ്ക്കും മദീനയ്ക്കും ഉണ്ടെന്ന് മഹാന് വിശദീകരിക്കുകയാണ്. മക്ക, ബക്ക, അൽ ബലദ്, അൽ ഖറിയ, അൽ ബൽദത്ത്, ഉമ്മുൽ ഖുറ, അൽ ബലദുൽ അമീൻ, ഇങ്ങനെ തുടങ്ങി നിരവധി പേരുകൾ ഒക്കെ ഖുർആൻ പരിചയപ്പെടുത്തുന്നതടക്കം ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുമല്ലോ. ചരിത്രത്തിൽ വളരെയധികം ഇടം പിടിച്ചിട്ടുള്ള ഹിറാ പർവ്വതം, സൗർ പർവ്വതം, അബൂ ഖുബൈസ്, മസ്ഉൽ ജിന്ന്, സിദുൽ തൻഈം, മസ്ഉൽ ജഅറാനത്ത് തുടങ്ങിയ പുണ്യ കേന്ദ്രങ്ങളും സ്ഥലങ്ങളുമൊക്കെ മക്കയെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണല്ലോ. നിരവധി മഹത്തുക്കളുടെ ജന്മസ്ഥലം മക്കയോട് ചേർന്ന് നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുജന്മം ഉൾപ്പെടെ. അതുപോലെ തന്നെ മഖാമു ഇബ്രാഹിം, സംസം, സഫ, മർവ, അറഫ, മിന, ഈ പുണ്യയിടങ്ങളൊക്കെ അവിടെ തന്നെയാണല്ലോ ഉള്ളത്. ഹജറുൽ അസ്വദ്, ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന എത്രയെത്രയാ അത്ഭുതങ്ങൾ വിശുദ്ധ മക്കയ്ക്ക് നമ്മോട് പറയാനുണ്ട്. ഹജ്ജിൻ്റെ മിക്കവാറും ക്രമങ്ങളുമൊക്കെ മക്കയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ കഅബാലയം നാം പ്രത്യേകമായി സ്മരിക്കേണ്ടത് തന്നെയാണ്. വിശുദ്ധ കഅബാലയത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഇന്ന അവല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത്ത മുബാറക. അതെ, ലോകത്താദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി സ്ഥാപിതമായ ഒരു ആരാധനാലയം. മനുഷ്യവാസത്തിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക്, സംവത്സരങ്ങൾക്ക് മുമ്പ് തന്നെ കഅബാലയം അത് സ്ഥാപിതമാണല്ലോ. ഈ കഅബ, ഹജ്ജുൽ ബൈത്ത് എന്നും ഹജ്ജിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ നാം പറയാറുണ്ടല്ലോ, കഅബാലയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഹജ്ജ്, കഅബം തവാഫ്. വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വഅംന, ഈ വിശുദ്ധ ഗേഹത്തെ ജനങ്ങൾക്ക് ഒരു അഭയസ്ഥാനം, ഒരു സുരക്ഷിത കേന്ദ്രമായി നാം നിശ്ചയിച്ചു എന്ന് ഖുർആൻ പറയുന്നു. തഖ്ദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല, മഖാമു ഇബ്രാഹിം നിങ്ങൾ മുസല്ലയാക്കണം എന്ന് പറയുന്നു.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒട്ടേറെ ഉജ്ജ്വലമായ അനുഭവങ്ങൾക്ക് സാക്ഷ്യം തീർത്ത ഒരിടമാണ് വിശുദ്ധ ഹറം. എങ്കിൽ അതാ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. അല്ലാഹുവേ, ഇതിനെ ഒരു സുരക്ഷിത രാജ്യമാക്കണേ. ഉർസുഖ് അഹ്ലഹു മിനസ് സമാഅത്തി, ഇതിൻ്റെ അഹ്ലുകാർക്ക് വിഭവങ്ങൾ നൽകണമേ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുക. അതേ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിരവധി സംഭവങ്ങളുടെ സാക്ഷീകരണം നൽകിയ മഹാൻ. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒന്ന് വിശുദ്ധ കഅബയുടെ പുനർനിർമ്മാണം തന്നെയാണ്. ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പരിശുദ്ധമായ കഅബ ഗേഹത്തിൻ്റെ നിർമ്മാണം അള്ളാഹു കൽപ്പിച്ചനുസരിച്ച് മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമും കൂടി നിർവഹിക്കുന്നു. അതിനുശേഷം നടത്തിയ പ്രാർത്ഥന, അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് ഈ കർമ്മം സ്വീകരിക്കണമേ. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക്. പ്രാർത്ഥന വീണ്ടും തുടരുകയാണ്. ഇതിനുശേഷം സൂറത്തുൽ ബഖറയിലാണ് അള്ളാഹു പറയുന്നുണ്ട്, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സ. വിപ്രദോഷികളല്ലാതെ, വിഡ്ഢികളല്ലാതെ ആരാണ് ഇബ്രാഹിം മില്ലത്തിനെ വിട്ടുപോകുന്നത്? വേറെ ഒരു മാർഗം ആഗ്രഹിക്കുന്നു ഇല്ലല്ലോ എന്നുകൂടി പറയുന്നുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മില്ലത്തിനെ അനുധാവനം ചെയ്ത് നമ്മുടെ ഹാജിമാർ ഹജ്ജ് നിർവഹിക്കാൻ എത്രയോ ഇടങ്ങളിൽ നിന്നാണ് വളരെ വളരെ പ്രയാസങ്ങൾ സഹിച്ച് അങ്ങോട്ട് പുറപ്പെട്ടത്. ഈ ഹജ്ജ് മറ്റു അമലുകളെ പോലെ നമ്മുടെ നാടുകളിൽ പരിസരത്തോ നിർവഹിക്കുന്നതല്ലല്ലോ. പുണ്യഭൂമിയിലെത്തി കഅബാലയത്തെ ആസ്പദമാക്കി അതാണ് മുസ്ലിമീങ്ങൾ, വിശ്വാസികൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ വന്നുകൊണ്ട് മനോവേദനയോടെ ചുറ്റി സഞ്ചരിച്ച ചില അനുഭവങ്ങൾ ചരിത്രത്തിൽ കാണാം. അങ്ങനെ അള്ളാഹുമായിട്ടുള്ള ഒരു മുനാജാത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അങ്ങയുടെ സന്തതികളിൽ നിന്ന് തന്നെ തസ്ബീഹും ഒക്കെ എനിക്ക് ഭൂമിയിൽ ചെല്ലുന്നവരുണ്ടാകും. ഭൂമിയിൽ എനിക്ക് ആരാധിക്കുന്ന ചില ഭവനങ്ങൾ ഉണ്ടാകും. അതിൽ ഒരു പ്രത്യേക ഭവനത്തെ ഞാൻ അതിനെ ആദരവ് കൊണ്ട് അതിനെ വലയം ചെയ്യും. എല്ലാ ഭവനങ്ങളെക്കാളും ആ ഭവനത്തിന് മുൻഗണന നൽകും. എൻ്റെ മഹത്വം കൊണ്ട് അതിനെ ഞാൻ മഹത്വപ്പെടുത്തും. എൻ്റെ പവിത്രത കൊണ്ടൊക്കെ വലയം ചെയ്യും. പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരു സ്ഥലത്താണ് അത് സ്ഥാപിക്കുക. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സ്ഥലമൊക്കെ നിർണയിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങി പരിശുദ്ധമായ കഅബാലയം സ്ഥാപിതമാകുന്ന മഹത്തമായ സന്ദേശം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല നൽകിയത് ചരിത്ര വായനയിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുമ്പോൾ വിശുദ്ധ കഅബാലയം സൂചിപ്പിച്ചല്ലോ, മനുഷ്യവാസന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മലക്കുകളാൽ സ്ഥാപിതമായി എന്നും അതാണ് ലോകത്തെ ആദ്യത്തെ ആരാധനാലയം എന്നും പറയുമ്പോൾ ആ കഅബാലയം നമ്മോട് ഓതിത്തരുന്ന കഥകളൊക്കെ നാം ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതുമില്ലേ? അതാ വിശുദ്ധ കഅബാലയത്തെ നശീകരണം സംഭവിക്കാൻ പുറപ്പെട്ട തുബൈ രാജാവിൻ്റെ കഥ കേട്ടിട്ടില്ലേ? ഹുദൈൽ ഗോത്രക്കാരാണ് അദ്ദേഹത്തോട് പറഞ്ഞത്, ഇങ്ങനെ യമനിൽ നമുക്കൊരു വിശുദ്ധ ഗേഹം ഉണ്ടാക്കിയാലോ, അതങ്ങ് തകർത്ത് കളഞ്ഞാലോ മക്കയിലെ കഅബാലയം. അതനുസരിച്ച് അദ്ദേഹവും സൈന്യവും പുറപ്പെട്ടു. പുണ്യഭൂമിയിലെത്തുന്നതിന് എത്രയോ കിലോമീറ്ററുകളെ ശക്തമായ കാറ്റടിച്ചു വീശി അവർക്ക് സഞ്ചരിക്കാൻ കഴിയാതെ കൂടെ ഉണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ ഒട്ടകങ്ങളുമൊക്കെ വിരണ്ടോടിയ കഥകളും. അങ്ങനെ അദ്ദേഹം 2 വേദപണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി ഇതിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ ചെയ്ത അബദ്ധം അവർ ബോധ്യപ്പെടുത്തി. ഇതിന് പ്രായശ്ചിത്തം എന്നോണം ആ പുണ്യഗേഹത്തിലെത്തി താങ്കൾ 2 വസ്ത്രം മാത്രം ധരിച്ച് പ്രദക്ഷിണം നടത്തണം. അതനുസരിച്ചുകൊണ്ട് അദ്ദേഹം പുറപ്പെടുകയും ആ കടമകൾ നിർവഹിക്കുകയും കഅബാലയത്തെ ബഹുമാനിച്ച് അതിനെ വസ്ത്രമണിയിക്കുകയും ഖില്ല ധരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. തഫ്സീർ ഖുർത്തുബി അത് വിശദീകരിക്കുകയാണ്. പിന്നീട് കഅബയോടുള്ള ബഹുമാനാർത്ഥം പിൻകാലഘട്ടത്തിലൊക്കെ ഈ ഖില്ല പുതപ്പിക്കലൊക്കെ ധാരാളം മഹത്തുക്കളുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കാണാതായതും പിന്നെ മറ്റൊരു മകനെ കാണാതായതും മാതാവ്
കഅബയെ പുതുപ്പിക്കാൻ തീരുമാനിച്ച മക്കളെ കണ്ടെത്തിയതുമൊക്കെ ചരിത്രത്തിലുണ്ട്. അത് കഅബാലയത്തോട് ബന്ധപ്പെട്ട ബഹുമതികളാണെങ്കിൽ അതെ, ഏറ്റവും വലിയ ഈ ഒരു ദൃഷ്ടാന്തങ്ങളിൽ സുപ്രധാനമായ കഅബാലയം മോദിത്തരുന്ന കഥകൾ ഈ കഴിഞ്ഞ നാളുകളിൽ നാം വായിക്കുകയായിരുന്നു, നാം പഠിക്കുകയായിരുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാർഗം അംഗീകരിച്ചുകൊണ്ട്, ആ സുന്നത്തിനെ അംഗീകരിച്ചുകൊണ്ട് ഹജ്ജ് ഉൾപ്പെടെയുള്ള നിരവധി കർമ്മങ്ങളൊക്കെ വിശ്വാസികൾ ചെയ്തു തീർത്തു. ഇസ്ലാമിൻ്റെ 4 ഖലീഫമാരും അവരുടെ കാലഘട്ടത്തിലൊക്കെ ഇത് നിർവഹിക്കാൻ പുറപ്പെട്ടതും അതിനു വേണ്ടിയൊക്കെ ക്രമീകരണങ്ങൾ ചെയ്തതും ധാരാളം ചരിത്രങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പുറപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ തൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേകം കത്തെഴുതി അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൽ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. തങ്ങളുടെ അടുക്കൽ വരുന്ന പരാതികൾക്ക് പരിഹാരം കാണുക, നന്മ ഉണർത്തിയും തിന്മ തടഞ്ഞും ഹാജിമാർക്കൊപ്പം നിൽക്കുക, അശരണെ സഹായിക്കുക, സാന്ത്വനം നൽകുക തുടങ്ങി യാത്രകളും മറ്റ് ഹാജിമാരും ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം നല്ല ഉപദേശങ്ങളും നൽകിയിരുന്നു. അങ്ങനെ 4 ഖലീഫമാരെയും ചരിത്രത്തിൽ വ്യത്യസ്തമായ ഹജ്ജുമായി ബന്ധപ്പെട്ട ചരിത്രക്കുറിപ്പുകളുണ്ട്. ഇതിൽ മറ്റൊന്ന് സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ ഒരു മഹത്തായ വിളംബരം ഹജ്ജ് വേളകളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു എന്നതാണ്. മാനുഷിക മൂല്യങ്ങളുടെ സ്ഥിരീകരണത്തിന് ശാക്തീകരണമേകി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഫയിൽ നടത്തിയ മനുഷ്യത്വ വിളംബര പ്രഖ്യാപനം ലോക ചരിത്രത്തിൽ ശ്രദ്ധേയമത്രേ. ഇതാ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഹാജിമാർ അറഫയിൽ ഈ സൗഹൃദത്തിൻ്റെ ഓർമ്മകൾ പുതുക്കി സംഗമിച്ചപ്പോൾ അതൊരു ഭക്തിയുടെ നിദർശനവും കൂടിയായിരുന്നു. അവിടെയും പരസ്പര സ്നേഹം ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഒപ്പം നാം നോക്കുക, ഇങ്ങനെ മുതലാളിയും തൊഴിലാളിയും ഭരണകർത്താക്കളും അല്ലാത്തവരുമൊക്കെ ഒരേ ചിന്തയിൽ, ഒരേ മുദ്രാവാക്യത്തിൽ കഅബാലയത്തെ വലയം ചെയ്യുമ്പോൾ, ഹജ്ജിൻ്റെ മശാഇറുകളിൽ സംഗമിക്കുമ്പോൾ അതെന്തൊരു സ്നേഹമാണ്, എന്തൊരു സൗഹൃദമാണ്. ഇവിടെ അകലങ്ങളില്ലല്ലോ, അകൽച്ചകളില്ലല്ലോ, വിഭാഗീയതകളില്ലല്ലോ. മനുഷ്യരെല്ലാം ഒന്നാണെന്ന മഹത്തായ സൗഹൃദത്തിൻ്റെ വിളംബരമാണ് എങ്കിൽ കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ച് പല പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ടാണ് ഹജ്ജ് കർമ്മങ്ങൾ പലപ്പോഴും നിർവഹിക്കേണ്ടി വരുന്നത് എന്ന് പറയുമ്പോൾ പ്രയാസങ്ങളോട് മല്ലിടാനുള്ള ഒരു മഹാശക്തി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് നാം പ്രത്യേകം പകർത്തിയെടുക്കുകയാണല്ലോ. തൻ്റെ ഭരണകാലഘട്ടത്തിൽ ഭരണകൂടത്തിൽ നിന്ന് വരെ ദുഷ്കരമായ അനുഭവങ്ങൾ നേരിടുകയുണ്ടായി. എല്ലാം സർവശക്തനായ അള്ളാഹുവിനു വേണ്ടി അവിടുന്ന് ഏറ്റെടുക്കുകയല്ലേ ചെയ്തത്. സധൈര്യം മുന്നോട്ട് നീങ്ങിയല്ലോ, തളർന്നില്ല. തൻ്റെ മഹത്തായ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു ദുശക്തിക്കും സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചു. സന്താന ഭാഗ്യം ആദ്യത്തില്ലായിരുന്ന പ്രവാചകന്റെ പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, പിതാവേ സജ്ജനങ്ങളിൽപ്പെട്ട ഒരു സന്താനത്തെ നൽകണമേ. കുട്ടിയുണ്ടായല്ലോ, ഇസ്മായിൽ എന്ന പൊന്നുമോൻ. അല്പം വളർച്ച എത്തിയപ്പോൾ പ്രവാചകൻ തന്നെ പറഞ്ഞു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. എൻ്റെ കുഞ്ഞുമോനെ, ഞാൻ ഒരു സ്വപ്നം ദർശിച്ചിട്ടുണ്ട്, ബലി കഴിക്കണമെന്നാണ്. എന്തു പറയുന്നു? ആ മകൻ്റെ മറുപടി ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അങ്ങയോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് പിതാവേ, അങ്ങ് നിർവഹിക്കൂ, ഞാൻ ക്ഷമാശീലനായിരിക്കും. അതെ, യഥാർത്ഥത്തിൽ ഇത് സർവശക്തനായ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. അള്ളാഹിൻ്റെ കൽപ്പന എന്ന നിലയ്ക്ക് അദ്ദേഹം നിർവഹിക്കാൻ തയ്യാറായി. മഹാനായ പ്രവാചകൻ അറക്കാൻ തയ്യാറായി. മകനതിന് സമ്മതം കൊടുത്തു. എന്നാൽ വനാദൈനാഹു അയ്യ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഅ്യ ഇന്നക ദാലിക നജ്ൽ മുഹ്സിനീൻ. ഓ ഇബ്രാഹിം, അങ്ങ് സ്വപ്ന ദർശനം പുലർത്തിയിരിക്കുന്നു, സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇന്നഹാദ ലഹുൽ ബലാഉൽ മുബീൻ. ഇതൊരു പരീക്ഷണം മാത്രം. ഫദൈനാഹു ബിദ്ബിഹിൻ അദീം. പകരം മാടിനെ അറുത്തു എന്ന്. ഇപ്പോൾ ഇതാ വിശ്വാസി സമൂഹങ്ങളുടെ നാനാഭാഗത്തും സ്മരണ പുതുക്കി ഉളുഹിയത്ത് നിർവഹിക്കുന്നതും നമ്മിൽ പലരും നിർവഹിച്ചവരുമാണല്ലോ. അതെ, ഒപ്പം ഇത് പടച്ചവൻ്റെ പരീക്ഷണങ്ങൾ, നിർദ്ദേശങ്ങൾ ഏറ്റെടുക്കാനുള്ള മനസ്സ് വിശാലമാകുന്നു എന്നതോടൊപ്പം തന്നെ ഉളുഹിയത്തിനെ കുറിച്ച് പറയുമ്പോൾ അവിടെയും ഒരു ഭക്ഷ്യ വിതരണം നടക്കുകയാണല്ലോ. ഇസ്ലാമിൻ്റെ ഏത് കർമ്മം എടുത്താലും ഇപ്പോൾ റമദാൻ ആകുമ്പോൾ
അവിടെയും ഒരു പാരസ്പര്യവും സ്നേഹവും നിലനിൽക്കുന്നുണ്ട്. ഹജ്ജിൻ്റെ വേളയിലും പരസ്പരം നിലനിൽക്കുന്നുണ്ട്. സക്കാത്തിലും പരസ്പര സഹായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചെറിയ പെരുന്നാളിന് നമ്മൾ ഫിത്ർ സക്കാത്ത് നൽകുമ്പോൾ അവിടെയും മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ പങ്കുചേരുന്നുണ്ട്. ഈ ഒരു മനുഷ്യ സ്നേഹവും സദാസമയം വിശ്വാസികൾ ഉണ്ടാകണമെന്നത് ഹജ്ജ് ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ദുൽഹജ്ജ് 1 മുതലുള്ള ഓരോ ദിനങ്ങളും നാം ഏറെ തഖ്വയിലും ഭക്തിയിലും ഇലാഹി ചിന്തയിലും ധാരാളം നന്മകളുടെ വർധനവിലുമായി ജീവിതത്തിൽ ഇത്തരം നന്മകൾ പുലർത്തി ജഗനീയന്താവായ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുവാനും പാരസ്പര്യങ്ങൾ കൂടുതൽ കൂടുതൽ സുശക്തമാക്കി അകലങ്ങളെക്കുറിച്ച് നന്മയിലേക്ക് കൂടുതൽ അടുത്തു വരുവാനും ഈ വേളയിൽ നമുക്ക് വീണ്ടും പ്രതിജ്ഞ പുതുക്കണം. ഈ കഴിഞ്ഞ നാളുകൾ നമുക്ക് നൽകിയ ധാരാളം പഠനങ്ങൾ, ചിന്തകൾ, ആലോചനകൾ അത് കൈവിടാതെ കണ്ട് വീണ്ടും ചിന്തകൾക്ക് വികസനം നൽകി ആലോചിക്കുന്നവരായി നാം മുന്നോട്ട് സഞ്ചരിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി